ഫ്രണ്ട്സ്, എനിക്കെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്താ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. മെയിൻലി മീൽ പ്രിപ്പാണ് പരിപാടി. ഞാൻ എല്ലാ ആഴ്ചയും ചെയ്യുന്നൊരു പരിപാടി കേട്ടോ. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. കാരണം ഇപ്പം വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ തുടങ്ങിയൊരു പരിപാടിയായിരുന്നു കേട്ടോ, മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഒരു ആഴ്ചയിലെ മീൽ പ്രെപ്പ് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ടോ ഇന്നത്തേത്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ മീൽ പ്രെപ്പും കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 3 മാസം മുമ്പ്, അതായത് ഈ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരാഴ്ചയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നേരത്തെ ഒരു ഐഡിയ കാണും. തിങ്കളാഴ്ച എന്താണ്, ചൊവ്വാഴ്ച എന്താണ്, ബുധനാഴ്ച, അങ്ങനെ എല്ലാ ദിവസത്തേക്കും എനിക്കൊരു പ്ലാൻ കാണും. ഒന്നെങ്കിൽ വൈകുന്നേരം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസമായിരുന്നു ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് വന്നോ ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ നല്ല ടയർഡാവും. ചില ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാട്ടോ ഞാൻ പിന്നെ മീൽ പ്രെപ്പ് എന്ന പരിപാടി പറഞ്ഞ പരിപാടിയിലേക്ക് കിടന്നത്. അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ എന്തൊക്കെ വന്നാലും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യം നമുക്ക് വരാറേ ഇല്ല. അപ്പം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് എഴുത്തും കുത്തും ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് പൊതുവെ ഒരു ബേസിക് നേച്ചർ എൻ്റെ മടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം എൻ്റെ മൈൻഡിലാണ് നടക്കുന്നത് കേട്ടോ. ഒരു ഫ്രൈഡേ ഇല്ലെങ്കിൽ ഒരു തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്ക്, അതായത് മൺഡേ ടു ഫ്രൈഡേ ആണ് ഞാൻ കൂടുതലും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സാറ്റർഡേ സൺഡേ ചിലപ്പോൾ വെളിയിൽ പോവും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇപ്പം മിച്ചിരിക്കുന്ന ഈ ഫ്രൈഡേ വരെ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്തെങ്കിലും മിച്ചിരിക്കുന്നത് അതുണ്ടാക്കും. അതുണ്ടായിരിക്കും കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കോ ഇല്ലെങ്കിൽ പുറത്ത് പോവോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സാറ്റർഡേ സൺഡേ ഞാൻ അത്ര വലിയ സ്ട്രെസ്സായിട്ട് എടുക്കാറില്ല. മീൻസ് എന്തെങ്കിലുമൊക്കെ യൂഷ്വലി കുക്ക് ചെയ്ത് പോവും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പൊതുവേ എല്ലാ മീൻസ് സൺഡേയിലാണ് ഞാൻ ചെയ്യുന്നത്. നാളെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സാറ്റർഡേ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അജയ് ചേട്ടനും അവിയും സിനിമ കാണാൻ വേണ്ടി പോയി. അവിയുടെ ഒരു സിനിമ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. ബാക്കി അവർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. ഇന്നത്തെ ദിവസം കൊണ്ട് ഫുൾ മീൽ പ്രെപ്പ് പരിപാടി എനിക്കിന്ന് തീർക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്കിൽ, അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നുള്ള ദിവസത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ മൈൻഡിൽ കാണും കേട്ടോ. എന്താ സെറ്റ് ചെയ്യുന്നത് ഞാൻ എഴുതി വെക്കാറൊന്നുമില്ല. ചിലപ്പം ഒരു എക്സൽ ഷീറ്റിൽ ഇടയ്ക്ക് വേഗമായിട്ട്, മീൻസ് ഇപ്പം നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും റെസിപ്പി കാണുവാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡിൽ ഇട്ടേക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് എഴുതി വെക്കലും ഇല്ലെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്യൽ പരിപാടി അതൊക്കെ വളരെ കുറവാട്ടോ. കാരണം പൊതുവേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബേസിക് നേച്ചറാണ് മടി. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അജയ് ചേട്ടൻ നോർത്തിൽ വളർന്ന ഒരാളാണ്. ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് മൊത്തം നോർത്ത് സൈഡിലാണ്. അപ്പോൾ കൂടുതൽ അജയ് ചേട്ടന് ഇഷ്ടമുള്ള ഫുഡൊക്കെ നോർത്ത് സൈഡിലെ ഫുഡുകളാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി ബാലൻസ് ആയിട്ടുള്ള ഒരു മീലായിരിക്കും ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്തത്. അതിപ്പോൾ ഒരു ദിവസം മീൻസ് എന്താ പറയുക, ചോറാണെങ്കിൽ പിറ്റേ ദിവസം ചപ്പാത്തി, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഡിന്നർ മാത്രം കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും സാലഡ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതലും കഴിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ ഐറ്റംസ് ആണ് ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത്. കാരണം അവി സ്കൂളിൽ നിന്ന് വരുന്നത് ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴാണ് ആ സമയം. അപ്പം ഒരു ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ കഴിക്കും. നമ്മൾ എല്ലാവരും ഡിന്നർ കഴിക്കും കേട്ടോ. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ ക്ലോസ് ആവും. നമ്മൾ ആ സമയം കൊണ്ട് ഫിനിഷ് ആവും. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല. പിന്നെ ഹെവി ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ വീട്ടിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. കൂടുതലും നമ്മൾ ദോശ ഇല്ലെങ്കിൽ അപ്പം, ഈ 2 സാധനങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കാറെന്ന്. വീക്കെൻഡ് മാത്രമാണ് പുട്ട്, ഉപ്പുമാവ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ പോകുന്നത്. അപ്പം മൺഡേ ടു ഫ്രൈഡേ ദോശയായിരിക്കും ഇല്ലെങ്കിൽ അപ്പമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചില ദിവസങ്ങൾ ഈ ദോശമാവ് തീരുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാത്ത ദിവസങ്ങളെല്ലാം ഈ ദോശയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കത്തെ കാര്യം എനിക്ക് വലിയ എന്താ പറയുക, കാര്യമായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സാലഡോ ഫ്രൂട്ട് ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞങ്ങൾ കഴിക്കുന്നത്. കാരണം അവി വീട്ടിലില്ല, അവയ്ക്ക് സ്കൂളിൽ നിന്നാണ് ലഞ്ച് കിട്ടുന്നത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ചില ദിവസം എന്താ നമ്മൾ ഈ ഉച്ചയ്ക്ക് അല്ല വൈകുന്നേരം കഴിക്കുന്നതിൻ്റെ ബാക്കി കാണുമല്ലോ, അത് ചിലപ്പോൾ ഉച്ചയ്ക്കും കഴിക്കാറുണ്ട്. അങ്ങനെയും പ്ലാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം ഡിന്നറിലേക്കാണ്. അപ്പം ഡിന്നറിലെ ഒരു 5 ഐറ്റംസ് മാത്രം എനിക്ക് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനെയായിരിക്കും എൻ്റെ പ്ലാനിങ് ഒക്കെ വരുന്നത്. അപ്പം ഈ ആഴ്ചത്തെ എൻ്റെ മെനു എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ബിണ്ടി മസാല പ്ലസ് നമ്മുടെ ചപ്പാത്തി, പിന്നെ ചോറും അതുപോലെ തന്നെ ഡാൽ കറി ഉണ്ടല്ലോ, അതായത് നോർത്ത് ഇന്ത്യൻ ഡാൽ കറി, അതാണ്. പിന്നെ ഒരു ദിവസം മുട്ടക്കറിയും ചപ്പാത്തിയും, ഒരു ദിവസം ഇത് നമ്മുടെ ചപ്പാത്തിയും ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന കേട്ടോ പനീർ മലായി കഫ്ത എന്ന് പറയുന്ന ഒരു കറിയുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ക്രീമി ചിക്കനും നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ 5 സാധനങ്ങളാട്ടോ ഉണ്ടാക്കുന്നത്. ഈ 5 സാധനത്തിൽ ക്രീമി ചിക്കൻ ഞാൻ ഇന്നത്തെ ലഞ്ചിനും, അത് ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്നത്തെ ലഞ്ചിനും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ലഞ്ചും പിന്നെ അടുത്ത ആഴ്ചയ്ക്ക് ഒരു ദിവസത്തേക്കും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് പകുതി എടുത്ത് ഞാൻ മാറ്റി വെക്കും, പകുതി ഇന്ന് കഴിക്കും. അപ്പം പിന്നെ നാളെ എനിക്ക് ഈ ആഴ്ചയിൽ നോക്കേണ്ട കാര്യമില്ല. നാളെ ഞങ്ങൾ വെളിയിൽ പോകണം, ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പോൾ വെളിയിലായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഈ 5 സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ആഴ്ച കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാട്ടോ കൂടുതലും പോകുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ പിടിച്ച കാരണം അച്ഛനും പറഞ്ഞു മടുത്തു എന്ന്. നമ്മൾ ഉണ്ടാക്കുമ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചില ദിവസങ്ങളിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുവാണെങ്കിൽ അജയ് ചേട്ടൻ മലായി കഫ്ത ഉണ്ടാക്കും, ഇല്ലെങ്കിൽ വേറെ കറി ഉണ്ടാക്കും. അങ്ങനെ ഇല്ലെങ്കിൽ കട്ട് ചെയ്യാനും ഒക്കെ കൂടും. ഇന്ന് അജയ് ചേട്ടൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ബിണ്ടി മസാല ഉണ്ടാക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കേട്ടോ ബിണ്ടി എന്ന് പറയുന്നത്. സോറി, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് ആയിപ്പോയതാ. വെണ്ടയ്ക്കയുടെ ഒരു മസാല വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മസാലയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കട്ടെ. കാരണം അവർ സിനിമയ്ക്ക് പോയതാണല്ലോ. അവർ വരുന്നതിന് മുമ്പ് എനിക്ക് ലഞ്ച് ഉണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ക്രീമി ചിക്കനാണ്, അത് അടുത്തൊരു ആഴ്ചയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഞാൻ ചെയ്ത ഒരു പരിപാടി, ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണെങ്കിൽ ഞായറാഴ്ച ഉണ്ടാക്കുന്ന സാധനം തന്നെയായിരിക്കും ആഴ്ചയിൽ വേറൊരു ദിവസവും കൂടി ഞാനത് പ്ലാൻ ചെയ്തത്. അപ്പം നമുക്ക് ഈ തിങ്ക് ചെയ്യുന്ന പ്രോസസ്സും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഇതൊക്കെ കുറയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി എനിക്കൊരു മടി പിടിച്ച ഒരാളാണ് ഞാൻ. അപ്പം എത്രയും കുറച്ചുണ്ടാക്കാം, എത്ര ദിവസം അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ ചിന്തകളൊക്കെ. കൂടുതലും ആ ഒരു വേയിലാണ് ഞാൻ ചിന്തിക്കുന്നതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അപ്പം നമുക്കിനി ബാക്കി കുക്കിങ്ങും പരിപാടികളൊക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്, അതും ചെയ്ത് തീർക്കണം. അപ്പം വായോ നമുക്ക് എല്ലാവർക്കും കൂടെ കുക്കിംഗ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യൻ എനിക്ക് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഈ വെണ്ടയ്ക്ക് കഴുകി വെച്ച് ഒന്ന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് തുടച്ചെടുത്തിട്ടാട്ടോ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ കുറവാണ് ഇതിൻ്റെ അകത്ത്. ഇനി ഇത് നമുക്ക് എയർ ഫ്രൈ ചെയ്താട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അതല്ല പാൻ്റെ അകത്ത് എണ്ണ വെച്ച് ചെയ്യാം. നമ്മൾ എണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എയർ ഫ്രൈയിലാണ് ഇപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ എൻ്റെ മേത്ത് മൊത്തവും എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും ഡ്രസ്സിലാവും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുമായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സാറ്റർഡേ ആകുമ്പം മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസമാണ്. കുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇനി നേരെ കുളിക്കുന്നത് നാളെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് പരിപാടി. ഞാൻ ആദ്യം തന്നെ ഇത് എയർ ഫ്രൈ ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. എയർ ഫ്രൈയിൽ ഏകദേശം ഒരു 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20 മിനിറ്റ് ആട്ടോ ഞാൻ ഇത് എയർ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ഇത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, മസാല തിരുമണേൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക് ഒരു 20 മിനിറ്റിൽ പരിപാടിയൊക്കെ തീരും. അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തുള്ള ചിക്കൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ. ഈ ക്രീമി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ആട്ടോ. എനിക്ക് കൂടുതൽ എല്ലുള്ളതാണ് ഇഷ്ടം. പക്ഷേ ഈ ക്രീമി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം ബോൺലെസ് ആണ് കൂടുതലും നല്ലത്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു. ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ടിഷ്യൂ ഒന്ന് തുടച്ചെടുത്താൽ മതി, അതങ്ങ് പോകുന്നുള്ളൂ വെള്ളമൊക്കെ കളഞ്ഞ ചിക്കനിൽ നമുക്ക് കുറച്ച് മസാല ചേർക്കാം കേട്ടോ. ഒരുപാട് മസാലയൊന്നുമില്ല, ഒരു 2-3 മസാലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ചേർക്കാനായിട്ട്. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കോൺഫ്ലോറും കൂടി ഇട്ട് നന്നായിട്ട് 2 സൈഡ് തേച്ച് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് മസാല ചേർക്കാനായിട്ട്. പിന്നെ എരിവിന് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലല്ല ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതിൻ്റെ ക്രഷ് കിട്ടുമല്ലോ, അതും പിന്നെ പച്ചമുളകുമാണ് ഇടുന്നത് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു 4 സാധനം, ഉപ്പ്, നമ്മുടെ കോൺഫ്ലവർ,
കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടിയും. ഈ 4 സാധനം കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് 2 സൈഡും എടുക്കുക കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ പരിപാടി. അങ്ങനെ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അന്നേരം തന്നെ പാൻ ചൂടാക്കിയിട്ട് എന്തൊക്കെ ഓയിൽ വേണമെങ്കിൽ അതൊഴിച്ച് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടറും വേറൊരു ഓയിലുമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഒരു സൈഡ് ഇട്ടാൽ മതി. ഒരു 20 മിനിറ്റ്സിൽ 2 സൈഡും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ 20 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ തിന്നാൻ നല്ലതാണ്. ഇനി നമുക്കിതിനൊരു മസാലയൊക്കെ എടുക്കണം. അത് ഞാൻ പിന്നെ കേട്ടോ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ പരിപാടി തീർക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ക്രീമി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആട്ടോ. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച സെയിം എണ്ണയ്ക്കകത്തേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ പച്ചമുളക് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചീസ് മെൽറ്റ് ചെയ്തെടുക്കുക. അതും ഒന്ന് നന്നായിട്ട് ബോയിലായതിനു ശേഷം ക്രീം ഇടുക, ഫ്രഷ് ക്രീം ഇടുക. അതിനുശേഷം ദാണ്ട് ഈ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് എന്തോരം വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ ടൊമാറ്റോ. അതൊരു ചെറിയ പുളി ഇറങ്ങാൻ വേണ്ടിയാട്ടോ. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി തീരും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ടോട്ടലി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ആർക്കിലോ വേണമെങ്കിൽ. അപ്പം എന്തേ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ശരി റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഈ തുണി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചു തരണം. കാരണം അവയുടെ യൂണിഫോം ആട്ടോ. ഇന്നിപ്പം സാറ്റർഡേ ആണല്ലോ. ഇനിയിപ്പം മൺഡേ ആകുമ്പോഴത്തേക്കും ആവശ്യമുണ്ട്. ഇതിപ്പം വിരിച്ചിടാൻ ലേറ്റായി കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ആ പരിപാടി തീർത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ അങ്ങനെ ഫസ്റ്റ് ഐറ്റത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിച്ചു വെക്കാം. ബാക്കിയുള്ള ഐറ്റത്തിനൊക്കെ ഉള്ളത് മലായി കഫ്തയുടെ മലായിയും കഫ്ത നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അത് ലേറ്റർ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം പനീർ മേടിച്ചുകൊണ്ട് വരണം. അപ്പം അതിൻ്റെ ഗ്രേവിയും എഗ്ഗ് കറിയും അതുപോലെ തന്നെ ബിണ്ടിക്കുമുള്ള ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരത്തേക്ക് അവർ വരുമായിരിക്കും. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ബാക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ബാക്കി കുക്കിംഗ് പരിപാടി പിന്നെ എളുപ്പമാണല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വരുന്നതനുസരിച്ചും ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പോകുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചു വെക്കട്ടെ. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടും അജയ് ചേട്ടനും അവിയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അടുത്ത ഐറ്റം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലായി കോഫ്തയുടെ ഗ്രേവി ആട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഉള്ളി 2 തക്കാളി ആട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, ഇതും പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഞാനിവിടെ ഓയിലായിട്ട് എടുക്കുന്നത് ഗീ ആട്ടോ. ഗീയും പിന്നെ ആവശ്യത്തിന് ക്യാഷ്യൂ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക വരട്ടിയെടുക്കുക എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചൂട് പോകുമ്പം മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സെയിം പാനിൽ പിന്നെയും കുറച്ചും കൂടെ ഗീ ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകം പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ 3 പൗഡർ മാത്രമേ കേട്ടോ ഞാൻ ഇടാറുള്ളൂ. ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം ഈ നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതിടുക. അതിട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ നമ്മുടെ മല്ലിയിലയും അതുപോലെ കസൂരി മേത്തിയും കൂടി ഇട്ട് പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇത് നല്ല ക്രീമി തിക്കായിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടോ കിട്ടുന്നത്. ഇനി ഇതിനെ വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആവണമെങ്കിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. നമ്മുടെ കൊഫ്ത ഇതിനകത്തേക്ക് വറുത്തിട്ടാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ഏകദേശം 2 ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്നത് ക്രീമി ചിക്കനും അതുപോലെ മലായി കോഫ്തയുടെ ബേസ് ഗ്രേവി ഉണ്ടാക്കി വെച്ചു. ഇനി കോഫ്ത ഉണ്ടാക്കാനുണ്ട്. അത് എളുപ്പമുള്ള പരിപാടി. ഇപ്പം അത് ഉരുളക്കിഴങ്ങും നമ്മുടെ പനീറും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് നമ്മുടെ കൊറിയാണ്ടർ ലീഫ്, അതായത് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യുന്നത് പിന്നീടായിരിക്കും കേട്ടോ. അതായത് എപ്പോഴാണോ കഴിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോകുമല്ലോ.
അപ്പം അത് ചെയ്യണം, അത് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം, കാരണം പനീർ അജേഷേട്ടൻ മേടിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അജേഷേട്ടൻ വരാൻ ഇപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമ്മുടെ ബിണ്ടി മസാലയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള എണ്ണ ഞാൻ കടുകെണ്ണയ്ക്കകത്താട്ടോ കൂടുതലും. ഞാൻ റിഫൈൻഡ് ഓയിൽസ് ഇല്ലെങ്കിൽ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഒരു ഓയിൽ ഉപയോഗിക്കാറില്ല. നമ്മുടെ നാടൻ ഫുഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കും. അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ ഈ കടുകെണ്ണ ഉപയോഗിക്കല്, വളരെ കുറവാണ്. മീൻസ് മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം കടുകെണ്ണ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതലും ഉണ്ടാക്കുന്നത് ഗീക്കകത്താണ്. അജേഷേട്ടൻ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ അജേഷേട്ടൻ്റെ അടുത്ത് പനീർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അല്ലാത്ത ഇത് ഓയിൽസ് ഒന്നും ഉപയോഗിക്കാറില്ല. കടുകെണ്ണ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഗീ, അതും എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഗീ ആട്ടോ. അതാണ് നമ്മൾ കൂടുതലും ഈ 3 ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും. പണ്ടൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹെൽത്ത് കുറച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ആ ഓയിൽസ് എല്ലാം നിർത്തി. അപ്പം ഞാൻ ഇനി ബിണ്ടി മസാല ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ അവർ വരുന്നതിന് മുമ്പ്. ചോറും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടോ, ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതോ. അപ്പോൾ ബിണ്ടി മസാല ഉണ്ടാക്കണം. പിന്നെ നമുക്കുള്ളത് ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ കുക്കറിനകത്താണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അതപ്പം ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്നാവും കേട്ടോ മുട്ടക്കറി. അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ ആഴ്ചത്തെ ഫുൾ കാര്യങ്ങൾ സെറ്റ്. ഇനി നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച പിന്നെ ഈ ചോറ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ കൂടെ ആയിരിക്കും ഒരു കറിയും. പിന്നെ പരിപ്പ് കറി ഞാൻ അന്നത്തെ ദിവസം വെക്കത്തുള്ളൂ. പരിപ്പ് എനിക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പെട്ടെന്നാവുന്ന കറിയാണല്ലോ, ഒരു 5 മിനിറ്റ്. അതിപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ അജേഷേട്ടനാണെങ്കിലും ഉണ്ടാക്കിക്കോളും പരിപ്പ് കറി. അപ്പം പിന്നെ ചോറും ഒക്കെ അന്നത്തെ ദിവസം ഇപ്പം ഇന്ന് ചോറ് കഴിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോൾ ചോറിടും. അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും ആട്ടയൊന്നും ഞാൻ നേരത്തെ കുഴച്ച് വെക്കാറില്ല. കുഴയ്ക്കുമ്പം ഒരു 2 ദിവസത്തേക്കുള്ളത് കുഴയ്ക്കും. പക്ഷേ അന്നേരം ആ ഒരു ഫസ്റ്റ് ഡേ ആയിരിക്കും കുഴയ്ക്കുന്നത്. നേരത്തെ ഒന്നും കുഴച്ച് വെക്കാറില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ മീൽ പ്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പോണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക ബിണ്ടി മസാലയും കൂടെ ഉണ്ടാക്കി വെക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റേത് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ഓയിലും കൂടെ ഉപയോഗിക്കും. ഇവിടുത്തെ ഒന്ന് ഈ ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടി നമ്മുടെ ഒലീവ് ഓയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഡ്രസ്സിങ്ങിനൊക്കെ ഞാൻ കൂടും സാലഡ്സിൻ്റെ അകത്തും ഇങ്ങനെ ജസ്റ്റ് ഇത് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒലിവ് ഓയിലാണ്. പിന്നെ കുക്കിങ്ങിന് അല്ലാത്ത വേറെ എന്തെങ്കിലും ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം, അതായത് ഇന്ന് രാവിലെ ക്രീമി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഞാൻ ഈ ഒരു ഓയിലായിരുന്നു കേട്ടോ. ഇത് ഡീപ് ഫ്രൈ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കോൾഡ് പ്രസ് റേപ്പ് സീഡ് ഓയിൽ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇത് ഈ ഒരു സാധനമാണ്. ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന് വലിയ ഫ്ലേവർ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ നോർമൽ കുക്കിംഗ് പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഇത്രയും ഓയിൽസാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് അതെ അജീഷ് ചേട്ടനും അവി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെവിടെ നിന്ന് അവിക്ക് ബലവും കിട്ടിയേ? സിനിമയ്ക്ക് പോയപ്പോൾ എല്ലാവർക്കും കൊടുത്തോ അവിടെ? ഡ്രസ്സ് ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് ആ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മുടെ ബിണ്ടി മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് പോയി ലഞ്ച് കഴിക്കാം. ഇത് അവിടെ അവരെല്ലാവരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചിക്കനൊക്കെ എടുത്തിട്ടൊന്ന് ചൂടാവാൻ വെച്ചാട്ടോ. അത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കുക്കിങ്ങും പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചു. കുറേ നേരം അവയുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ അവി അജേഷേട്ടനും പോയി കിടന്നുറങ്ങാൻ പോയി. ആ സമയത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇവിടെ കിടന്ന് കുറച്ച് എന്താ പറയുക മൊബൈലിൽ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് ഉറക്കം വന്നു തുടങ്ങി. ഇനി ഇരുന്നിട്ടുണ്ട് നമ്മുടെ ബാക്കി പരിപാടി തീരില്ലെന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് പൈരിയെ എഴുന്നേറ്റു. ഈ സമയം കൊണ്ട് ഞാൻ മറ്റേ നമ്മുടെ പനീർ കോഫ്തയ്ക്കുള്ള ആലു മീൻസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങായിട്ടിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇനി നമ്മുടെ മുട്ടക്കറിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. മുട്ടക്കറിക്കുള്ള ഉള്ളി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടികളെല്ലാം റെഡിയാണ്. നമുക്ക് ഒന്ന് ഒരുമിച്ചാക്കിയാൽ മതി എല്ലാം കൂടെ. അപ്പം ആ പരിപാടി തുടങ്ങാം. അപ്പം എന്താ പറയുക, ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറിയുടെ ഇത് ശരിയാക്കി എടുക്കണം. അതുതന്നെ കോഫ്തയുടെ കോഫ്ത പുഴുങ്ങുള്ള ഉണ്ടയും കൂടെ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ എനിക്ക് കിച്ചണും കൂടെ ക്ലീൻ ചെയ്താൽ മതി. പാത്രമൊക്കെ അജേഷേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് കഴുകിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം നമുക്കിനി നമ്മുടെ മുട്ടക്കറിയിലേക്ക് തുടങ്ങാം.
മുട്ടക്കറിയിൽ നിന്ന് തുടങ്ങാം. എന്താ ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. അവിടെ കിടന്നുണ്ടല്ലോ, ഉറക്കത്തിന് നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനുള്ള തുടങ്ങിയപ്പോഴത്തേക്ക് ഇറങ്ങി പോന്നാട്ടോ. ഇല്ലെങ്കിൽ പിന്നെ രാത്രിയാവും, പിന്നെ പരിപാടിയെല്ലാം പിന്നെ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചും പിയും പറയുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുട്ടക്കറിയിൽ നിന്ന് തുടങ്ങാം. ഞാനിവിടെ മുട്ടക്കറി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുക്കറിൻ്റെ അകത്താട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ മറ്റേ പാനിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അത് ഒത്തിരി ടൈം കൺസ്യൂമിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് മടിയായത് കാരണം ഞാനിപ്പം ഈ പരിപാടി കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളി, നല്ല എന്താ പറയുക, സ്വീറ്റും അതുപോലെ തന്നെ കുറച്ച് എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു മുട്ടക്കറി കേട്ടോ കിട്ടുന്നത്. അത് നല്ല അടിപൊളിയാണ്. എന്താ പറയുക, ഇവിടെ എല്ലാവർക്കും ഇത് തന്നെയാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ കുക്കറിൻ്റെ അകത്ത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒരുപാട് ഇത് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഒന്നും വലിയ വരട്ടാനൊന്നും നിൽക്കണ്ട. പൊടിയൊക്കെ ഇട്ട് പൊടിയുടെ മണമൊക്കെ മാറി കഴിയുമ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഇത് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 വിസിലടിക്കും. അടിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഈ ഉള്ളിയുടെയൊക്കെ ഒരു സ്വീറ്റും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും ഒക്കെ ഒരു എരിവും കൂടെ ഇറങ്ങി രണ്ടും കൂടെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ കിട്ടുന്നത്. ഈ മുട്ടക്കറിയാണ് എൻ്റെ വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സമയം പോകുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ബാക്കി മസാല ഇടുന്നതിലും ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു അടച്ചു വെച്ച് ഒരു 7-8 വിസിൽ വരുന്നിടം വരെ വെച്ചാൽ മതി. അപ്പം ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. പിന്നെ ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 7-8 വിസിൽ വരുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ആകുമ്പോഴത്തേക്കും നമുക്ക് മലായി കോഫ്തയുടെ ബോൾസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇത് താഴെ ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി പനീർ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ ഉപ്പും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പുതിനയിലയല്ല മറ്റേ മല്ലിയിലയും പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുമ്പം കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും ഞാൻ ആഡ് ചെയ്യും കേട്ടോ. വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഈ 2 സാധനം ആഡ് ചെയ്യും. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം പനീർ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ തന്നെ ഇതെല്ലാം ആയി. ഇനി നമുക്കിതിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് പിന്നെ എന്താ പറയുക, നമ്മൾ കഴിക്കണ സമയം അല്ലെങ്കിൽ കഴിക്കണ ദിവസം രാവിലെ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് ഇന്നേലിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കും. ഇതിപ്പം 2 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്ക് നമുക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അടുത്ത ശനിയാഴ്ചയും ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. അപ്പം ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു കറി എന്തെങ്കിലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുമ്പോഴും ആവശ്യത്തിനുള്ളത് മാത്രമാണ് വെളിയിലെടുത്ത് വെക്കത്തുള്ളൂ. ബാക്കി അതേപടി ഫ്രിഡ്ജിൽ തന്നെ വെക്കും, അതിൻ്റെ ടെമ്പറേച്ചറോ ഒന്നും മാറാതെ. അങ്ങനെ വെച്ച് കഴിയുമ്പോഴും പിന്നെ കുഴപ്പമില്ല, ഇരിക്കും. എന്താണേലും ഒരു 6-7 ദിവസത്തേക്ക് ഈ വക സാധനങ്ങളൊക്കെ ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട്. അങ്ങനെ തണ്ടേ നമ്മുടെ കഫ്തയുടെ പണിയും ഏകദേശം തീരാറായി. ഇനി എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അതും ഇനി പാത്രത്തിലേക്കാക്കി എല്ലാം സെറ്റ്. അങ്ങനെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയുള്ളു. അപ്പം ഞാൻ അതിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ലോഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചിട്ടു. ഇത്രയും നേരം കുക്ക് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക എണ്ണയും കാര്യങ്ങളൊക്കെ അതങ്ങ് പോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ ഇനി ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെ ഏകദേശം എൻ്റെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഈ ആഴ്ചയിൽ ഒന്ന് കുക്ക് ചെയ്യണ കാരണം ഒരു ഡീപ്പ് ക്ലീനിങ്ങും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ബാക്കി എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടോ കാണത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ആഴ്ചത്തെ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം. ഇത് മലായി കോഫ്തയുടെ കോഫ്ത, ഇത് അതുപോലെ തന്നെ നമ്മുടെ ക്രീമി ചിക്കൻ കറി, ഇത് കോഫ്തയുടെ ഗ്രേവി, അതുപോലെ തന്നെ ഇത് എഗ് കറി, ഇത് ബിണ്ടി മസാല. ഇത്ര കേട്ടോ ഈ ആഴ്ചത്തേക്കുള്ളത് നമ്മുടെ. പിന്നെ ഒരു ദിവസം ഡാല് കറിയാണ്, അത് ഞാൻ അന്നത്തെ ദിവസം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പം ഇനി ഈ ഒരാഴ്ചത്തേക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു വീക്കായിരിക്കും. ഇനി ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കുക, ചൂടാക്കുക, കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ ഇനി ഈവനിങ്, അതായത് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എടുത്ത് വെക്കും, നന്നായിട്ട് ചൂടെല്ലാം ആറിയതിന് ശേഷം കേട്ടോ. പിന്നെ ഈ എടുത്ത് വെക്കുന്ന പാത്രങ്ങളിലെല്ലാം ഒട്ടും വെള്ളമില്ല എന്നുള്ള കാര്യവും ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്. അത് കഴിഞ്ഞിട്ടാട്ടോ എല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പം ഇപ്പം സമയം ഏകദേശം 3:45 രാവിലെ ഞാൻ പണി തുടങ്ങിയത് ഏകദേശം ഒരു 10:30 ആയപ്പോഴായിരുന്നു കേട്ടോ. 12:30 ആയപ്പോഴത്തേക്കും ഇവർ വരികയും ചെയ്തു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറിൽ ഏകദേശം 3 കറിയോളം എൻ്റെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ തുടങ്ങിയത് 2:45 ആയപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പം ഏകദേശം 3:45 ആയിട്ടുണ്ട്, 1 മണിക്കൂർ. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കട്ടെ. ഇതുപോലെ ഇതാകുമ്പം കറി ഉണ്ടാക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ചോറ്, ഇല്ലെങ്കിൽ എന്താ ഒരു സാലഡിനുള്ള കുക്കുംബർ കട്ടിയിൽ, അങ്ങനത്തെ വളരെ ചെറിയ പണികൾ മാത്രം നമുക്ക് ഇനി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടി തുടങ്ങിയ പിന്നെ ഭയങ്കര ഈസി ആയിട്ടും ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 3 മണിക്കൂറിൽ 4 മണിക്കൂർ മാത്രം ടൈം എനിക്ക് സ്പെൻഡ് ചെയ്താൽ മതി, ശനിയാഴ്ച ഞായറാഴ്ച ഏതൊരു ഒരു ദിവസം. ഇന്നിപ്പോൾ കുറച്ച് വായിക്കാൻ കാരണം അജയ് ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അജയ് ചേട്ടനാണ് എനിക്ക് കൂടുതലും ഉള്ളിയും അതുപോലെ കട്ടിങ് പരിപാടികളെല്ലാം ചെയ്തു തരുന്ന അജയ് ചേട്ടനാണ്. അപ്പം എൻ്റെ അത്രയും പണി കുറഞ്ഞിരിക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ പാത്രം എല്ലാം കഴുകുന്ന അജയ് ചേട്ടൻ. ഇപ്പോഴും പാത്രം കഴുക്ക് അവിടെ ഇതാട്ടോ പെൻഡിങ് ആണ്. പാത്രം കഴുകുന്നത് അജയ് ചേട്ടനാണ്. അജയ് ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് അജയ് ചേട്ടൻ്റെ സൗകര്യം അനുസരിച്ച് കഴുകിക്കോളും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാവേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു വീക്കിലി മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.